മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വല്ലാണ്ട് കുറഞ്ഞു പോകാറുണ്ട്. നമുക്ക് ചുറ്റും ഇപ്പോൾ എല്ലാവർക്കും തന്നെ പനിയും ജലദോഷവും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാകും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ സ്ഥിരം സംഭവമാകുന്നതുകൊണ്ടാണ് നമ്മുടെ പണ്ടുള്ള കാരണവന്മാരെ ഇതിനൊക്കെ എതിരായിട്ട് ഒരു ഒറ്റമൂലി അവരുപയോഗിച്ചിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ ചുറ്റുമുള്ള ഈ പറമ്പിലൊക്കെ കാണുന്ന കുറച്ച് ഇലകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന കർക്കിടക മാസത്തിൽ നിർബന്ധമായും കഴിച്ചിരിക്കണമെന്ന് പഴമക്കാർ പറഞ്ഞിരുന്ന കർക്കിടകത്തിലെ പത്തിലത്തോരൻ. അത് നമുക്കൊന്ന് കണ്ടാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? അപ്പം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പറമ്പിലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് വേണ്ടുന്ന ഇലകൾ പറിക്കാം. അതിപ്പം നമ്മൾ മത്തനില പറിച്ചു, കോവലിൻ്റെ ഇല പറിച്ചു. മത്തൻ്റെ ഇലയൊക്കെ ഈ സമയത്ത് ധാരാളം മത്തൻ ഇലയിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുടകൻ്റെ ഇല, എല്ലാവരുടെയും തന്നെ മുറ്റത്തുള്ള ഒരു ചെടിയാണ് കുടകൻ. ഇത് നമ്മുടെ BP ഒക്കെ നിയന്ത്രിക്കുന്നതിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ നമ്മുടെ ബുദ്ധിശക്തി, അങ്ങനെ ഇതിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഗുണഗണങ്ങളുള്ള ഒരു ചെടിയാണ്. പക്ഷേ ഇന്ന് അധികം ആളുകൾക്ക് ഇത് കണ്ടാൽ പോലും അറിയില്ലാത്ത അവസ്ഥയിലോട്ട് എത്തി. നമ്മളിതിനെ സംരക്ഷിച്ച് പോരേണ്ടതാണ്. പിന്നെ കാന്താരി, നമ്മുടെ മുറ്റത്തുള്ള ആ ഒറിജിനൽ കാന്താരി, ആ കാന്താരിയുടെ ഇല അതിനൊരു ഔഷധ ഗുണമുണ്ട്. അപ്പോൾ ആ കാന്താരിയുടെ ഇല, അപ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ പറിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് കഴിക്കുന്ന പല വൈറ്റമിൻ സപ്ലിമെൻസും ഒന്നും ഈ കർക്കിടകത്തിൽ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നില്ല. അവിടെയാണ് ഈ പത്തിലത്തോരൻ എന്ന് പറയുന്നൊരു സൂപ്പർ ഫുഡായിട്ട് മാറുന്നത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മണിത്തക്കാളിയുടെ ഇല. ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിന് മണിത്തക്കാളി എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ എൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഇതിന് മണിത്തക്കാളി എന്നാണ് പറയുന്നത്, മണിത്തക്കാളിയുടെ ഇല. പിന്നെ നമ്മുടെ പയറിൻ്റെ ഇല, ഈ വീഡിയോയിൽ തന്നെ കാണാം. ഈ പയറിൻ്റെ ഇലയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ ചില ഇലകളൊക്കെ പുഴു തിന്നതായിരിക്കും. അതൊക്കെ നോക്കി നല്ല ഇല നോക്കിയെടുക്കുക. പയറിൻ്റെ ഇല. കർക്കിടകം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രധാനപ്പെട്ട ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് തന്നെ പറയാം. അതായത് അതുവരെ ഭയങ്കര വലിയ വേനൽക്കാലമായിരുന്നു. പിന്നെ പെട്ടെന്നൊരു മഴ അങ്ങ് വന്നു. അപ്പോൾ ഈ വേനലിൽ നിന്ന് മഴയിലോട്ട് മാറുമ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ആ മാറ്റം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് അങ്ങ് താങ്ങാൻ പറ്റാത്തതാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഡൈജഷൻ അഥവാ ദഹനമൊക്കെ ഭയങ്കര സ്ലോ ആയി പോകും. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പഴമക്കാർ ഇത്തരത്തിലുള്ള ഔഷധമൂല്യമുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഈ സമയത്ത് നമ്മുടെ പറമ്പിലും തോടിന്റെ വക്കത്തുമൊക്കെ ധാരാളം ചേമ്പിലകളുണ്ടാകും. ചേമ്പില എടുത്തു നമ്മള്. കുമ്പളത്തിന്റെ ഇല എടുത്തു. ഇനി നമ്മളെടുത്തൊരു പ്രധാനിയാണ് നമ്മൾ ആനച്ചൊറിയെണ്ണം അഥവാ ചൊറിയെണ്ണം എന്ന് പറയുന്നത്. ഇത് കയ്യിൽ തൊട്ടാൽ ചൊറിയും. അതുകൊണ്ട് ഞാനിവിടെ കയ്യിൽ കവർ ഇട്ടിട്ടാണ് എടുത്തിട്ടുള്ളത്. ഗ്ലൗസ് ഉള്ളവർ ഗ്ലൗസ് ഇടുക. എങ്ങനെയായാലും കൈ കൊണ്ട് നേരിട്ട് തൊടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അത് കറി വെക്കുമ്പോൾ എങ്ങനെയാണെന്നല്ലേ, അതിനൊരു ട്രിക്ക് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോ കാണണേ. ഇനി നമ്മൾ എടുത്തുകൊണ്ട് വന്ന ഇലകൾ എല്ലാം നോക്കാം. കറക്റ്റായിട്ട് നോക്കുക. ചേനയില എടുത്തു. ഇപ്പം തഴുതാമ എടുത്തു. തഴുതാമയൊക്കെ കണ്ണിന് നല്ലതാണ്. ഇത് നമ്മുടെ കുമ്പളത്തിന്റെ ഇലയും മത്തനിലയാണ്. രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷേ കാര്യമായ വ്യത്യാസമുണ്ട്. കുമ്പളത്തിന്റെ ഇലയ്ക്ക് ഒരു നാരുണ്ട്, ഒരു ഒരു മുള്ളു പോലെയുണ്ട് പിടിക്കുമ്പോൾ. മത്തന്റെ ഇലയ്ക്ക് അതില്ല. രണ്ടും കണ്ടാൽ ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കും. ഏതില എടുത്താലും, ഇത് പയറിന്റെ ഇല, ഏതില എടുത്താലും അടിവശം നല്ലപോലെ നോക്കുക. ചേമ്പിന്റെ മടന്തയിലയൊക്കെയാണ് തുറന്ന് തന്നെ നോക്കുക. കാരണം പ്രാണികളും പലതരത്തിലുള്ള ശലഭങ്ങളും ഒക്കെ മുട്ടയിടുന്നതൊക്കെ അടിവശത്തായിരിക്കും. ചിലപ്പോൾ പുഴുക്കളുണ്ടാകും. ഇത് കുടകന്റെ ഇല, ഇത് ഒരു അത്ഭുത മരുന്നാണ്. ഇത് നമ്മുടെ മണിത്തക്കാളിയുടെ ഇല, പാവലിന്റെ ഇല. ഈ പാവലിന്റെ ഇല ഒന്നും കയ്പില്ല കേട്ടോ, കഴിച്ചു നോക്കുമ്പോൾ. ഇതാണ് നമ്മുടെ ആനച്ചൊറിയെണ്ണം. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ അരിയുകയാണ്. ഇവിടെ നമ്മൾ കുറേ ഇലകളെടുത്ത് വെറുതെ അരിയുകയല്ല, ഇത് ഓരോന്നിനും കൃത്യമായിട്ടുള്ള മെഡിസിനൽ പർപ്പസ് ഉണ്ട്. അത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ തഴുതാമ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിന് ഭയങ്കര നല്ല ഒന്നാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ നീരിനെ വറ്റിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ കുടകൻ നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കൊക്കെ അത്രയ്ക്ക് നല്ലതാണ്. BP ഒക്കെ ഉള്ളവർക്ക് അത്ര നല്ലതാണ്. പിന്നെ നമ്മുടെ കാന്താരി മണിത്തക്കാളിയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഇല നമ്മുടെ ദഹന പ്രശ്നങ്ങളും അൾസറും ഒക്കെ മാറ്റാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ആനച്ചൊറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷനെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷെ നമുക്ക് ചൊറിയുമെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ അതിൽ തൊടാൻ പോകാത്തത്. അങ്ങനെ അത്ര ഗുണഗണങ്ങളുള്ള ഈ ഇലകളെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ അരപ്പിനുള്ള കാര്യങ്ങളും ഒക്കെ നോക്കുന്നു. നമ്മളെയൊക്കെ ചൊറിയിപ്പിക്കുന്ന ആ ചൊറിയെണ്ണത്തിൻ്റെ ചൊറിച്ചിൽ കളയാൻ വേണ്ടിയിട്ട് നമ്മളതിനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. തിളച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കതിനെ ധൈര്യമായിട്ട് കൈകൊണ്ടെടുത്ത് അരിയാം. ഇതിൻ്റെ ചൊറിയുന്ന ഒന്നാണെങ്കിലും ഇതിൻ്റെ രുചിയും ഇതിൻ്റെ ഗുണവും നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത അത്ര ഭീമനാണ്. ഈ സമയം നമ്മളൊരു മൺചട്ടിക്കകത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇച്ചിരി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമില്ല. കാരണം ഈ ഇലക്കറികളിലൊക്കെയുള്ള ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ എണ്ണ സഹായിക്കുന്നുണ്ട്. എൻ്റെ വല്യമ്മച്ചി പണ്ട് പറഞ്ഞു തന്ന കാര്യമാണ്. അവർക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് വശമൊന്നും അറിയില്ലെങ്കിലും അന്ന് തൊട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇലക്കറികൾ ഉപയോഗിക്കുമ്പം എപ്പോഴും എണ്ണ നല്ലതുപോലെ ചേർക്കണമെന്ന്. അപ്പം നമ്മൾ ഈ കറിക്കകത്തേക്ക് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പിടി ചെറിയ ഉള്ളി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. സവാള ചേർക്കുന്നില്ല. ചെറിയ ഉള്ളി നമ്മുടെ ദഹനത്തിന് അത്രമാത്രം നല്ലതാണ്. അതുകൊണ്ട് ചെറിയ ഉള്ളി, ബാക്കി നമ്മുടെ ഇലകളും കൂടി അരിഞ്ഞെടുത്തത്, ചെറിയ കുനുകുനാന്നരിഞ്ഞെടുത്ത ഇലകളും കൂടി അരിഞ്ഞെടുത്ത് നമ്മൾ കടുക് വറുത്തതിനകത്തേക്ക് ഇട്ട് ഇളക്കിയെടുക്കുകയാണ്.
ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി നന്നായി തട്ടിപ്പൊത്തി ഒരു മൂടപാത്രം വെച്ച് മൂടിയിട്ടാണ് ഇത് വേവിക്കേണ്ടത്. ഇതിനകത്ത് ഉള്ളിയൊക്കെ നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ഒരു 5-6 ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 ടീസ്പൂൺ ജീരകം നമ്മുടെ നീർക്കെട്ടൊക്കെ മാറാൻ, ഒരു 8-10 കാന്താരിമുളക്, ഒരു 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയൊക്കെയാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ വേണം. തേങ്ങ ഇടുന്നതിന് മുന്നേ ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് ആദ്യം നല്ലതുപോലെ അരയ്ക്കുക. ജീരകമൊക്കെ നന്നായിട്ട് അരഞ്ഞു ചേരണം. അതിനുശേഷം നമ്മൾ തേങ്ങ ഇടുക. തേങ്ങ ഇട്ട ശേഷം നമ്മൾ തോരൻ കറിക്ക് ഒതുക്കിയെടുക്കുക എന്ന് പറയില്ലേ, അധികം അരയണ്ട. അങ്ങനെ അരച്ച് നമ്മുടെ അരപ്പ് റെഡി. ഇനി ഈ ഉണ്ടാക്കിയ അരപ്പിനെ നമ്മൾ നമ്മുടെ ഇലക്കൂട്ടിനകത്തേക്ക് ഇട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഇലകളെല്ലാം ഏകദേശം വെന്ത് പരുവ. ഈ കറിയിൽ 10 ഇലകൾ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. 10 കൂടാം, 10 കുറയാം. പക്ഷേ പ്രധാനം പലതരത്തിലുള്ള ഇലകൾ ഉണ്ടായിരിക്കുക, വൈവിധ്യം ഉണ്ടായിരിക്കുക എന്നത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ ഇതിന് ഒരു ഇലയുടെയും പ്രത്യേകിച്ചുള്ള രുചിയല്ല. ഓരോ ഇലയ്ക്കും വെവ്വേറെ രുചികളും മണവും ഗുണവും ഒക്കെയാണ് നമുക്കറിയാം. പക്ഷേ ഈ ഉണ്ടാക്കുന്ന കറിക്ക് തനതായ അതിൻ്റെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണുള്ളത്. അത് നമുക്ക് ഭയങ്കര, എൻ്റെ മോള് ചീരയൊന്നും കഴിക്കില്ല, പക്ഷെ അവൾക്ക് ഈ കറി ഇഷ്ടമായി. അവൾ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിക്കേണ്ടത് കൃത്യമായും ഉച്ച സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഏറ്റവും അധികം ദഹനം നടക്കുന്നത് ഉച്ചയ്ക്കാണ്. ഇനി കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ കഞ്ഞിയുടെ കൂടെ ഇത് കഴിക്കുകയാണെങ്കിൽ കഞ്ഞി നമുക്ക് ഊർജ്ജം തരുമ്പോൾ ഈ കറി നമുക്ക് ധാരാളം പോഷകങ്ങളും തരുന്നുണ്ട്. ഇനി അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചുറ്റുമുള്ള കിട്ടുന്ന ഇലകളെടുത്ത് ഒരു 10 ഇല തോരൻ, 10 ഇല എന്ന് പേരേ ഉള്ളൂ, കുറച്ച് ഇലകളിട്ടൊരു തോരൻ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.